ശ്രീദേവി വിലാസം ഗുണ്ടാ സംഘത്തിൽ വന്ന് വിളയാടിയാൽ അനുഭവം എന്താണെന്ന് നീ അറിയണം. ശശി, എത്ര അടിയായി? അയ്യോ, അടി എണ്ണിയില്ല. എണ്ണണം. 100 അടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം മൂലം തുടങ്ങാം. അല്ല ബോസ്, നമ്മൾ എന്തിനാ ഇവനായിട്ട് തല്ലുന്നത്? ഇവൻ കാണിച്ച പോക്കൃത്തിനെന്താണെന്ന് ശശിക്ക് അറിയാമോ? ഇല്ല. ഇന്ന് രാവിലെ ഞാനും ഇവനും കൂടി മാർക്കറ്റിൽ പോയപ്പോ പറയോ വട്ടം നിന്നോട് ഞാൻ മാർക്കറ്റിൽ പോകാൻ പറഞ്ഞു, നീ കേൾക്കൂലല്ലോ. 4 വർഷവും കടമാണ്. എല്ലാവരോടും പലിശക്ക് പൈസ മേടിച്ചിട്ട് അടുത്ത മാസം തരാമെന്നും പറഞ്ഞാണ്. ഞാൻ ആകെ ടെൻഷനിലാണ്. കാണുന്നവർ പലിശ ചോദിക്കണോണ്ടാണ് ബോസ് പുറത്തു പോകാൻ പറ്റാത്തത്. ശരിയാണ്. 10 രൂപ പലിശക്ക് ഒരു 10,000 രൂപ തരുമോ? 2 മാസം കഴിഞ്ഞ് മറിച്ചടിക്കാം. എന്റെ കണ്ണുമ്പീന്ന് കൊള്ളോട്ടാ. പലിശക്കാരെ കണ്ടിട്ട് ഞാൻ മാറി നടക്കാണ്. അതിന്റെ ഇടക്ക് ഞാൻ ഇവനെയും കൊണ്ട് ഞാൻ പോയി ആ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇവൻ ഒരാളോട്, അത് എന്റെ സാന്നിധ്യത്തിൽ 100 രൂപ കടം ചോദിച്ചേക്കണെന്ന്. ഗതികേട് കൊണ്ടായിരിക്കും. ഗതികേട് കൊണ്ടാ? എനിക്കറിയാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഗതികേട് കൊണ്ട് ഇവൻ ആരോടാ ചോദിച്ചെന്നറിയാമോ? 100 രൂപ ശത്രുക്കളോടായിരിക്കും. അല്ലെന്ന്. പിന്നെ കണ്ണ് കാണാൻ പാടില്ലാണ്ട് ഒരാൾ ആ പള്ളിയുടെ മുമ്പിൽ നിന്ന് പിച്ച തന്നിട്ടുണ്ട്. ആ പിച്ചക്കാരനോടാണ് ഇവൻ 100 രൂപ ചോദിച്ചത്. കൊല്ലണ്ടേ അവനെ? ഇത് ബോസിനുള്ളതല്ല, ബോസ് പറഞ്ഞതുകൊണ്ടല്ല. ഇത് എന്റെ വക നിനക്കുള്ള സമ്മാനമാണ്. എന്നെ തല്ലി കൊല്ലുന്നതിന് മുമ്പേ എനിക്കൊരു വാക്ക് സംസാരിക്കാൻ. അവസാന വാക്കായിരിക്കും. ഞാൻ ആർക്ക് വേണ്ടിയാണെന്നറിയാമോ ആ പൈസ മേടിച്ചത്? ഞാൻ ബോസിന് വേണ്ടിയാണ് പൈസ മേടിച്ചത്. എനിക്ക് വേണ്ടിയോ? എന്തിന്? പണ്ട് ബോസ് ബോംബെ പോയപ്പോ ബോംബെ മുട്ടായി തിന്നണമെന്ന് ആഗ്രഹമില്ലായിരുന്നു? ഉണ്ടായിരുന്നു. ആ ആഗ്രഹം എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ആ ഭിക്ഷക്കാരനെ കണ്ടപ്പോഴത്തേക്ക് ബോംബെ മുട്ടായി വാങ്ങിച്ചു തരണമെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പൈസ മേടിച്ച് വാങ്ങിച്ചത്. എനിക്ക് ബോംബെ മിഠായി മേടിക്കാനാണോ നീ ആളുടെ അടുത്ത് 100 രൂപ എടുത്തത്? അതെ. എടാ, ഒരു ബോംബെ മിഠായിക്ക് 25 രൂപയുള്ളൂ. പിന്നെ നീ എന്തിനാ 100 രൂപ എടുത്തത്? ഞാൻ ബോസ് കഴിച്ചോണ്ടിരിക്കാൻ നേരത്ത് ഞങ്ങളെല്ലാം കൊതി നോക്കിയിരിക്കുവോ? അപ്പൊ എനിക്ക് വേണ്ടിട്ടായിരുന്നു ഞാൻ നിന്നെ തല്ലിയതല്ലേ? അതെ. തിരിച്ചടിക്കടാ. ഇല്ല ബോസ്. ഈ സങ്കേതത്തിൽ ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷ അനുഭവിച്ചിരിക്കണം. അടിയടാ, ഇവിടെ വാടാ. തിരിച്ചടിയടാ. ബോസ് അങ്ങനെ ആരോടും തിരിച്ചടിക്കടാ. ബോസിന് തിരിച്ചടി. ബോസിന് ഒരു അബദ്ധം പറ്റിയതാ. ജീവൻ കളഞ്ഞതാണ് നീ എന്ന് ബോസ് അറിഞ്ഞില്ല. അതെ. അടിയടാ. ഇല്ല ബോസ്, വിഷമം കൊണ്ടാണ് ബോസ് പറയുന്നത്. തിരിച്ചടിക്കണം. അടിയടാ. മതി പറയും പറയട്ടെ. എന്ത് പറ്റി ബോസ്? ബോസ് ഒരടി അടിക്കാൻ പറഞ്ഞിട്ട് അടിച്ച് നീ എന്റെ ഊപ്പടളക്കി കളഞ്ഞല്ലേടാ. ഞാനിനി എങ്ങനെ ജീവിക്കും അമ്മേ? ബോസ് എനിക്ക് ബോസ് ബോസ് ഉപ്പാട് പോയെന്നോളല്ലേ. ഇരിക്കൂ ബോസ്, വരൂ. ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും നീ ഇങ്ങനെ സീരിയസ് ആയപ്പോ? അവന് തമാശ സീരിയസ് ആണെന്ന് ബോസിന് അറിഞ്ഞൂടെ? അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്. ബോസിന്റെ വിഷമം മാറാൻ മാർഗരറ്റിനെ വിളിച്ചേ. മാർഗരറ്റ്! നിർത്തുന്നുണ്ടോ നിന്റെ കൂതറ ഡാൻസ്? എത്ര വർഷമായി ഇത് തന്നെ കളിക്കാൻ തുടങ്ങിയിട്ട്? ആ പാട്ടെങ്കിലും മാറ്റിക്കൂട്ടെ? പോരെ, ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഒന്ന് മാറ്റിക്കൂടെ നിനക്ക്? എന്താ ഈ ബോസ് പറയുന്നത്? എനിക്ക് ശമ്പളം തന്നിട്ട് എത്ര കാലമായി ബോസ്? 3 മാസമായി പെൻഡിങ് ആയിട്ട്. എന്റെ കാലിന്റെ ലിഗമെന്റ് പോയിരിക്കും, എന്റെ മുട്ടിന്റെ. ഇതുവരെ ഓപ്പറേഷൻ ചെയ്യാൻ 5 പൈസ ബോസ് തന്നിട്ടുണ്ടോ? പിന്നെ ഇതൊക്കെ വാടകയ്ക്കാ. അപ്പുറത്തൊക്കെ ഉള്ള സംഗീതത്തിലൊക്കെ കേക്ക് നാണക്കേടാണ് നമുക്ക്. അത് ബോസ് വിചാരിക്കണം എന്റെ വായ അടപ്പിക്കണമെന്ന്. എനിക്ക് കുഞ്ഞുങ്ങളും ഭർത്താവും ഒക്കെ ഉള്ളതാ കേട്ടോ. ചോദിക്കാനും പറയാനൊക്കെ എനിക്ക് ആൾക്കാരുണ്ട്. മാർഗരറ്റ്, ലക്ഷ്മി വിലാസത്തിലേക്ക് ഏതോ ഗുണ്ടാ സംഘത്തിലേക്ക് ഒരു അപരിചിതൻ വരുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? അതൊക്കെ മാറ്റിക്കോ, അതിനകത്ത് ഉണ്ടയില്ലെന്ന് അങ്ങനെ അറിയാം. ആരാണ്? എന്റെ ഭർത്താവാ.
ഇവിടെ ഇത് എത്ര 6 മാസം മേലായിട്ട് ഇവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കല്ലേ? ഈ പൈസ വേണം, ഞങ്ങൾ ഇത് പൈസ ഞങ്ങൾ പൈസ വേണ്ട, ഞങ്ങൾക്ക് കാര്യങ്ങൾ നടക്കണ്ടേ? ഞങ്ങളുടെ പൈസ തരാ, ഇത് നമ്മളും പട്ടിണിയിലാണ്. തരാന്ന് പറഞ്ഞാൽ പറ്റുമോ? ബാഗ് മേടിക്കണം, പിള്ളേർക്ക് സ്കൂളിൽ തുറക്കാറായി, ബാഗ് മേടിക്കണം, വാട്ടർ ബോട്ടിൽ മേടിക്കണം, കുട മേടിക്കണം, എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയോ? തരാന്നേ. തരാന്ന് പറഞ്ഞ് നീ എന്താണ് നീ അങ്ങനെ സംസാരിക്കുന്നത്? നീ എന്താണ് അങ്ങനെ സംസാരിക്കുന്നത്? ഇവിടുത്തെ തലവനാണ്. തലവനെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞങ്ങളുടെ പിള്ളേർ നടക്കുന്നത് താടിക്കിട്ട് തട്ടില്ലെന്ന് പറയുന്നു. ഈ താടിക്ക് തട്ടുന്നതല്ല, ഇപ്പൊ പൈസ വേണ്ട, കാര്യങ്ങൾ നടക്കണ്ടേ? ചേട്ടൻ അവിടെ പോയി നിൽക്ക്, ഞാൻ കാശിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ പരുത്തിന് നിങ്ങൾ ഇറച്ചി കൊടുക്കുന്നുണ്ടോ? ഒരു കൃത്യമായിട്ട്? മിനിറ്റ്, ഒരു മിനിറ്റ്. പരുന്തിന് കഴുകനും പരുന്തിനും ഒക്കെ കൊടുക്കണത് ഇറച്ചിയല്ല, പിന്നെ ഈ സോയാബീൻ മസാലയിലിട്ട് മുക്കിയിട്ട് പറ്റിച്ചോണ്ടിരിക്കുക. അതെ. അതിനെ നിങ്ങൾ പറ്റിച്ചോണ്ടിരിക്കുക. ഒരു മിനിറ്റ്, ഞങ്ങളെ നിങ്ങൾ പറ്റിച്ചോണ്ടിരിക്കുക. ഞാനൊന്ന് നിങ്ങൾ പൈസ ഇല്ലെന്ന് പറയുന്നുണ്ടല്ലോ, പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇത്രയും വെടികൊണ്ട് നിങ്ങൾ ഈ മേടിച്ചെന്നെ നിരത്തിയിട്ട് എങ്ങനെയാണ്? വെടിയുണ്ടല്ലേ ഇത്, മൂക്കിപ്പിടി മേടിക്കണ കുപ്പി, അതെല്ലാം വെറുതെ ഒരു ഷോക്ക് വേണ്ടി ഇങ്ങനെ ചെയിനായിട്ട് മറച്ചിട്ടാണത്. അതാണോ? നിങ്ങൾക്ക് ഇവിടെ ഒരു ഗസ്റ്റ് വന്ന അവള് ഡാൻസ് കളിക്കണം, നിങ്ങൾക്ക് ഇവിടെ ടെൻഷൻ വന്ന അവള് ഡാൻസ് കളിക്കണം. ഒരു ദിവസം 3 നേരമാണ് ഡാൻസ് കളിക്കുന്നത്. ഒരു ദിവസം 30 തവണ വരെ ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ട്. 30 തവണ വരെ. അന്ന് ഇവിടെ ഡാൻസിലൂടെ കയറാൻ നേരത്തെ പറഞ്ഞ് ചാട്ടയ്ക്ക് അടിക്കുവാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ പൈസ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നിട്ടുണ്ടോ? അല്ല, ഞാനത് പറഞ്ഞു വേണ്ടെന്ന് അല്ല പറഞ്ഞു. മാർഗരറ്റ്, ഞാനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കോവിഡ് വന്നതിന് ശേഷം നമുക്ക് ഈ ഒളിസംഗതത്തിൽ തട്ടിക്കൊണ്ടുവന്നവരായിട്ട് ബാർഗെയിൻ ചെയ്യാൻ പറ്റണില്ല. ആരും ഇങ്ങോട്ട് വന്നുമില്ല, വന്നവരോട്ട് മേടിക്കാൻ നല്ല എമൗണ്ട് തന്നുമില്ല. നമ്മൾ മനസ്സിന് ടെൻഷൻ ഉള്ളതുകൊണ്ട് ഓക്കെ, ചാട്ടക്കടിയുടെ പൈസ അങ്ങനെയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യാം. കോവിഡിന്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യാം. ബാക്കി പൈസ അതാ ഇടി നമ്മുടെ വീടൊന്നും കഴിഞ്ഞു പോകട്ടെ. ഞാൻ രാവിലെ ചീട്ട് കളിക്കാൻ ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ. ഈ ചീട്ടുകളിയും കാര്യങ്ങളൊക്കെ ഒരു 5 മണി വരെ പോവും. അത് പൈസ വെച്ചുള്ള കളിയാണ്, അതിന് പൈസ വേണ്ടേ? പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ ഇച്ചിരി കമ്പനിക്കാരും ഒക്കെ വന്നിട്ട് ഷെയർ ഇട്ട് അതിന് ഷെയർ കൊടുക്കണ്ടേ? ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്ന ഈ വരുമാനം കൊണ്ടാണ്. ഞങ്ങൾക്കല്ലാതെ വേറെ മാനത്തൊന്നും പൊട്ടി വീഴാനില്ല. ഒരു 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവന് തലനീരിറക്കോട് മുടിവെട്ടിക്കാരെങ്കിലും വിടുമായിരുന്നു. ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പ്രയാസം പറയല്ലേ. നിങ്ങൾ പൈസ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ സ്വർണ്ണ ബിസ്ക്കറ്റും ഒക്കെ ഉള്ള ടീമാണ്. വഴിയുണ്ടാകാം. എത്രയുണ്ട് നിങ്ങൾക്ക് തരാൻ? ഇപ്പൊ ഇവളുടെ ശമ്പളം എത്ര തരാൻ? എല്ലാം കൂടെ കണക്ക് ഒരു ദിവസം 30 തവണ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതൊക്കെ വിട്, ടോട്ടല് കാലിന്റെ ഓപ്പറേഷന്റെ കേസോട് അതുകൂടെ ചേർത്ത് പറ. 3 മാസം ആയപ്പോ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടാറുണ്ട്. നിങ്ങളുടെ 3.5 ലക്ഷം രൂപ. ശശി, നിനക്ക് എങ്ങനെയാണ്? നിനക്ക് നാളെ കണ്ട് നാട്ടിൽ പോകണമെന്നോ വീട്ടിൽ പോകണമെന്നോ? നാളെ എനിക്ക് എന്തായാലും പോകണം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫ് അന്ന് ആദ്യമായിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. രണ്ടാമത്തെ കൊച്ചി ജനിച്ചിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് അവിടെ വരെ പോയി അവളെ ഒന്ന് ട്രീറ്റ് ചെയ്യണം. 25 രൂപ അവൾക്ക് കൊടുക്കുകയും വേണം. കൊടുക്കണം. 25 രൂപ കൊടുക്കണം. പിന്നെ നിന്റെ കയ്യിൽ കഴിച്ചെലവിന് 50 രൂപയെങ്കിലും എനിക്ക് വേണം. 50. അപ്പൊ 3 4. നിനക്ക് പിന്നെ എന്താ പ്രശ്നം? എന്റെ പെങ്ങളെ കല്യാണത്തിന് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ? എടാ, നമ്മുടെ അവസ്ഥ പറയടാ. നമ്മൾ ഇങ്ങനത്തെ ഒരു ഗതികേടിലാണെന്ന് പറ. ഒരു മണി 1 ലക്ഷം രൂപ കൊടുക്കാന്ന് പറ. അല്ല ഏട്ടാ, 2 വേണം. 2. അപ്പൊ 4 2 6. 6 ഒരു അല്ലോ ബോസ്, ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ലായിരുന്നു. പുള്ളിക്ക് വിയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ടോ? കുഴപ്പമില്ല, എനിക്കറിയാലോ പുള്ളി ചീട്ടുകളി പരിപാടിയൊക്കെ ആയിട്ട്. അപ്പേ ശശി, ഞാൻ ഇന്നലെ രാത്രി നിങ്ങളൊക്കെ ഉറങ്ങിയപ്പോ ഞാനൊരു കോടിച്ചെന്ന കിഡ്നാപ്പ് ചെയ്ത് അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മുടെ അവസ്ഥ പരിതാപകരമുള്ള. അപ്പൊ അവനെ ഇങ്ങോട്ട് വിളിക്കും. പൈസ കിട്ടുമോ? എല്ലാം അറേഞ്ച് തരാം. അവനോട് പോക്ക്. ഞാൻ വെറുതെ വേണ്ട ഇപ്പൊ ഡാൻസ് കളിച്ച് വെറുപ്പിക്കല്ലേ. ഞാൻ എങ്ങനെയും ഒറ്റ തവണയായിട്ട് തരണേ, 2 തവണയായിട്ട് തരാൻ നിൽക്കില്ലേ. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും. ഇത് മതി, ഇത് മാത്രമായിട്ട് ബാർഗെയിൻ ചെയ്താൽ മതി. പോരെ? പിന്നെ നിന്നെ നമ്മ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നൊക്കെയാണ്. അപ്പൊ നിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് മോചനദ്രവ്യം ഞങ്ങൾ ആവശ്യപ്പെടും. അത് തന്നാല് നിന്നെ അങ്ങോട്ട് വിടും. അല്ലെങ്കിൽ നിന്നെ ഇവിടെ തട്ടും. ഞങ്ങള് തട്ടിയിട്ട് ഇവിടെ മുതലൊക്കെ ഇറച്ചിയായിട്ട് ഇട്ട് കൊടുക്കും കേട്ടാ. ഓക്കെ, നിന്റെ വൈഫിന്റെ നമ്പർ പറ ശശി. 3,60,000 ഉണ്ട് ഇപ്പൊ അവളത് പറഞ്ഞു. എടാ, അത് തരാം. നിക്ക് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് ലാഭിക്കാം. നമുക്ക് കിട്ടാനല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. ഹലോ, പേരെന്തെന്ന് പറഞ്ഞ? ചിഞ്ചു ആണോ? ചിഞ്ചു, പിന്നെ ഇതാണ് എൻ്റെ നമ്പർ. ഒന്ന് വെച്ചേക്ക്, നമുക്ക് വാട്സപ്പിൽ പിന്നീട് ചാറ്റ് ചെയ്യാം. ഞാനേ ശ്രീദേവി വിലാസം കുണ്ടാസംഘത്തിൽ നിന്ന് വിളിക്കുകയാണ്. ശശി, ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിനെ തട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തട്ടി ഇവിടെ ഹസ്ബൻഡില്ലേ, ഭർത്താവ്, പുള്ളിക്കാരനെ തട്ടി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പുള്ളിനെ വിട്ടു തരികയാണെങ്കിൽ 50 ലക്ഷം രൂപ. 60 കൂടുതൽ, 65 ലക്ഷം രൂപ വേണ്ടി വരും. 65 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാമെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞങ്ങൾ അങ്ങോട്ട് വിടും. ഹലോ, നിങ്ങളുടെ ഭർത്താവിന്റെ വിരൽ മുറിക്കുന്ന ഒരു സംഭവം ഇപ്പോ നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കേട്ടല്ലോ? അതെ, പുള്ളിക്ക് പണ്ടേ അഭിനയിക്കാൻ അറിയാൻ പാടില്ല. ഈ വിരൽ മുറിക്കണ ശബ്ദം മാറ്റിയിട്ട് അങ്ങനെ തല മുറിക്കണ ശബ്ദം ഒന്ന് കേൾപ്പിക്കാവോ? ഹലോ, ഇനി മേലെ അങ്ങേരെ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ പോണേന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിലേക്ക് അങ്ങ് വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറും. വെച്ചിട്ട് പോയടോന്ന്. ഓക്കെ,
അവക്ക് താല്പര്യമില്ല എന്ത് പറഞ്ഞു? വെച്ചിട്ട് പോകാനാണ്. അതെ അവള് ഞാൻ ചെറിയൊരു ക്ലാഷിലാണ്. അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചു. അച്ഛന്റെ നമ്പർ കൊടു. പറ. അച്ഛനെ വിളി. 460-74922. അച്ഛൻ്റെ പേരെന്താ? തമ്പി. ആ മിസ്റ്റർ തമ്പി, നിങ്ങളുടെ മകൻ ഞങ്ങളുടെ വെച്ചിട്ട് പോടാം. വെച്ചിട്ട് പോടാ. മാനേശ്വരം വെച്ചിട്ട് പോടാന്ന്. ഇനി ആരോട് വേറെ ആരോട് വിളിക്കാൻ പറ്റിയത്? ഇപ്പോൾ ആരെ വിളിക്കാനാണ്? ആരെയും വിളിച്ചിട്ട് കാര്യമില്ല. ചേട്ടനോട് വന്ന്. അതെ എനിക്ക് 4 പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു, അങ്ങനെ സെറ്റപ്പ് ആയിരുന്നു. ദുബായിൽ വൺ ബിസിനസ് ആയിരുന്നു. എടാ നീ സെറ്റപ്പാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്നു. അതൊക്കെ ഞാൻ ദുബായിൽ ചൂതാട്ടം കളിച്ച് സംഭവം എല്ലാം പൊളിഞ്ഞ് അവിടെ അകത്തായിരുന്നു. എന്നിട്ട് പ്രവാസി സംഘടനകളൊക്കെ കൂടി എന്നെ അവരൊക്കെ കൂടി പിരിവിട്ട് എന്നെ നാട്ടിലേക്ക് കയറ്റിവിട്ടാണ്. ഇപ്പൊ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഈ കാണുന്ന കോട്ടും സൂട്ടും ക്ലാസ്സൊക്കെ ഉള്ളു. ബോസേ അപ്പൊ എന്റെ ലിഗമെന്റ് എന്താ ചെയ്യില്ല? പോക്കറ്റില് ഒന്നുമില്ല, 0 ബാലൻസ്. ഒരു പണി, ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴല്ല ഒരു ജംഗ്ഷൻ കാണും. അവിടെ നിന്ന് റൈറ്റ് വെച്ച് പിടിച്ചു കഴിഞ്ഞാല് ഹൈവേയിലെത്തും. ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ചിട്ട് ചേട്ടൻ വീട്ടിൽ. അതൊന്നും ശരിയാവൂല. എന്നെ ഇപ്പൊ നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട. ഞാൻ നിങ്ങളുടെ കൂടെ കൂടി ഇങ്ങനെ സെറ്റപ്പ് ആയിട്ട് ഇവിടെ നിന്നോളാം. ഇവിടെ കൂടിയിട്ട് എന്ത് കാണിക്കാനാണ്? ഇവിടെ സെറ്റപ്പ് അല്ലേ, ഞാൻ ഇവിടെ നിന്നോളാന്നേ. ഇവിടെ വേറെ പണിയൊന്നുമില്ല, ഞങ്ങൾക്ക് തന്നെ പണിയില്ല. ഞാൻ ചേട്ടന്റെ മീശയ്ക്ക് ഇങ്ങനെ പരിപാലിച്ച് ഇങ്ങനെ ഇവിടെ നിന്നോളാം. അതായത് ഇവിടെ സംഗതി കുഴപ്പമില്ല. കഴുകനുണ്ട്, പരുന്തുണ്ട്, Okay. മുതലക്കുളമുണ്ട്, ഇടയ്ക്ക് നമുക്ക് വിളിക്കാനുള്ള കുളമുണ്ട്. പിന്നെ ടൈം പാസിന് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ ഇവളുടെ ഡാൻസ് ഉണ്ട്, അടിപൊളി. പിന്നെ ബോസിന്റെ തമാശയുണ്ട്, അത്യാവശ്യം വെറുതെ ഇങ്ങനെ പിടിച്ചു നടക്കാനൊക്കെ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റപ്പാണ്. അതെല്ലാം ഓക്കെ ആണെങ്കിലും ചെറിയൊരു കുറവുണ്ട്. ഇത്രയും സംഭവമുള്ളപ്പോ ഇവിടെ എന്ത് കുറവാണല്ലോ ചേട്ടാ? പട്ടിണിയാ, മുഴുവൻ പട്ടിണിയാ. പട്ടിണിയാ? ഗതികേടും ഉണ്ടാ. അപ്പൊ ഈ വിശക്കുമ്പോ എന്ത് ചെയ്യും? വിശക്കുമ്പോ എന്ത് ചെയ്യുന്ന മാർഗരറ്റ്, ഞങ്ങൾക്ക് വിശക്കുന്നു. ആ